ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മെഷീൻ ലേണിംഗ് എന്ന ടെക്നോളജിയാണ്. ഇതൊരു ടെക്നോളജി മാത്രമല്ല, മനുഷ്യരുടെ ജോലി കൂടുതൽ എളുപ്പമാക്കാനും കാര്യക്ഷമമാക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും അനുയോജ്യമായ മാർഗങ്ങൾ കണ്ടെത്താനും സഹായിക്കുന്നു. ഉദാഹരണത്തിന്, ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ സ്പോട്ടിഫൈ എങ്ങനെ പരിചയപ്പെടുത്തുന്നു? യൂട്യൂബ് നിങ്ങളെ ഞെട്ടിക്കുന്ന വിധത്തിൽ കൃത്യമായ വീഡിയോസ് എങ്ങനെയായിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത്? ഇതിന്റെ എല്ലാം ഉത്തരം എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗ് ആണ്. അപ്പോൾ ആ ഒരു വാക്കിൽ തന്നെയുണ്ട് മെഷീൻ പഠിക്കുന്നു. എന്താണ് പഠിക്കുന്നത്? എങ്ങനെ പഠിക്കും? എങ്ങനെ തീരുമാനങ്ങൾ സ്വയം എടുക്കാൻ മെഷീൻസിനെ പ്രാപ്തമാക്കാം? ഇതെല്ലാമാണ് നമ്മൾ ഈ ഒരു ടെക്നോളജി പഠിക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. മനുഷ്യർ പഠിക്കുന്നത് പോലെ മെഷീൻസിനും മാതൃകകളിൽ നിന്ന് അല്ലെങ്കിൽ എക്സാമ്പിൾസിൽ നിന്നും പഠിക്കാൻ സാധിക്കുന്നു. ഓരോ ടാസ്കിനും പ്രോഗ്രാമേഴ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഹാർഡ് കോഡ് എഴുതുന്നതിന് പകരം മെഷീൻസിന് ഡാറ്റ കൈമാറി, പ്രീവിയസ് ഡാറ്റ കൈമാറി അതിൽ നിന്നും ഡാറ്റയുടെ സ്വഭാവം അല്ലെങ്കിൽ പാറ്റേൺസ് ഓർ കോമൺ റൂൾസ് പഠിക്കാൻ മെഷീനുകളെ പ്രാപ്തമാക്കുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടിക്ക് ഒരു കാറ്റിന്റെയോ ഡോഗിന്റെയോ ഇമേജ് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു? എങ്ങനെ ആ കുട്ടിനെ നമുക്ക് ഡോഗ് ആൻഡ് കാറ്റ് റെക്കഗ്നൈസ് ചെയ്യാൻ പഠിപ്പിക്കാം? ഒരു കുട്ടിക്ക് സെറ്റ് ഓഫ് ഡോഗിന്റെയും കാറ്റിന്റെയും ഇമേജസ് കൊടുത്ത് ആ ഒരു ഡോഗിന്റെയും കാറ്റിന്റെയും കോമൺ സവിശേഷതകൾ അല്ലെങ്കിൽ ഡിഫറെന്റ് ഫീച്ചേഴ്സ് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും. കുട്ടിയുടെ ബ്രെയിൻ ആ ഒരു ഡോഗിന്റെയും കാറ്റിന്റെയും പല രീതിയിലുള്ള ഫീച്ചേഴ്സ്, ഫോർ എക്സാമ്പിൾ കളർ, ഷേപ്പ് ഓഫ് ഇയർ, ഷേപ്പ് ഓഫ് ഐ, ലെഗ്, ഷേപ്പ് ഓഫ് ബോഡി, ഇതെല്ലാം കുട്ടി മനസ്സിലാക്കുന്നു. അതിനുശേഷം ഒരു പുതിയ ഇമേജ് കാണിച്ചു കൊടുത്താൽ കുട്ടിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അത് ഡോഗിന്റെ ആണോ കാറ്റിന്റെ ഇമേജ് ആണോ എന്ന് കുട്ടിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതെങ്ങനെയാണ്? അതിൽ നിന്നും ഒരു കോമൺ പാറ്റേൺസ് കുട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്. ഡോഗ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, കാറ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്നെല്ലാം. അപ്പോൾ എങ്ങനെയാണോ ഒരു കുട്ടിയുടെ ബ്രെയിൻ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നും കാര്യങ്ങൾ പഠിച്ച് തീരുമാനമെടുക്കുന്നത്, അതുപോലെ നമ്മൾ മെഷീൻസിനെയും പാസ്റ്റ് ഡാറ്റയിലൂടെ പഠിപ്പിക്കുന്നു. പിന്നീട് ഒരു പുതിയ ഡാറ്റ വരുമ്പോൾ മെഷീന് ആ ഒരു ന്യൂ ഇമേജിലെ പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്യാനും ബേസ്ഡ് ഓൺ പ്രീവിയസ് ഡാറ്റ പ്രെഡിക്റ്റ് ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ എത്രത്തോളം കാറ്റിന്റെയും ഡോഗിന്റെയും ഇമേജസ് നമ്മൾ കുട്ടിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അത്രത്തോളം കുട്ടിക്ക് പല സ്വഭാവ സവിശേഷതകളുള്ള ഡോഗിനെയും കാറ്റിനെയും റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മെഷീൻസിന് എത്രമാത്രം ഡാറ്റ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്നു, അത്രത്തോളം അതിന്റെ പ്രിഡിക്ഷൻ എബിലിറ്റിയും കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ എമൗണ്ട് ഓഫ് ഡാറ്റ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഡാറ്റയുടെ എമൗണ്ട് എന്ന് പറയുന്ന ഒരു വലിയ ഘടകമാണ്. ഓക്കെ.